അർച്ചന 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 നിന്നെ സച്ചേട്ടനാ വിളിക്കുന്നേ. അർച്ചന ഇറങ്ങി വാ. ഇത് ഞാനാ നിന്റെ സച്ചേട്ടൻ. വാ അർച്ചന. അർച്ചന ഇറങ്ങി വാ, നമ്മുടെ വീട്ടിലേക്ക് പോവാം. വാ അർച്ചന. അർച്ചന ഇറങ്ങി വാ. അർച്ചന നിന്റെ സച്ചേട്ടനാ വിളിക്കുന്നേ. അർച്ചന നീ എന്റെ മുഖത്ത് നോക്കി സച്ചേട്ടാ ഒന്ന് വിളിക്ക്. ഇറങ്ങി വാ അർച്ചന. അർച്ചന സച്ചി, താനെന്ത് മര്യാദകളെ കാണിക്കുന്നത്? എടോ, തന്നോട് അല്പം അടുപ്പോ സ്നേഹം കാണിച്ചു കരുതി താൻ എന്നെയും എന്റെ കുടുംബത്തെ അവമാനിക്കാൻ ശ്രമിക്കരുത്. വിട് സാറേ. അർച്ചന സച്ചി, അർച്ചന ഇറങ്ങി വാ. എന്നെ വിടും. അർച്ചന താൻ എന്തേ കാണിക്കുന്നത്? മര്യാദ ഇറങ്ങിപ്പോ. സാറേ അതെന്റെ അർച്ചനയാ. ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് വിശ്വസിക്കും സാറേ. സച്ചി, മര്യാദയ്ക്ക് പുറത്തു പോകാനാ പറഞ്ഞത്. അയ്യോ, ആ ശ്രമത്തിൽ ഒന്ന് താൻ പൂജ മുടക്കി. സമൃദ്ധ അതിന്റെ ഷോക്കില്ല. സാറേ തന്നെ കാണുന്ന അവർക്ക് ഇഷ്ടമല്ല. അയ്യോ, നോക്ക്, ഒരു സൗഹൃദത്തിന്റെ പേരില്ല ഇത്രയും നേരം തന്നോട് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത്. ഇനി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും. സാറേ ഞാനൊന്ന് താൻ ഇനി ഒന്നും പറയണ്ട. സാറേ ഇവിടെ ഇറങ്ങി പോ. ഇല്ല, എന്റെ അർച്ചനയല്ലാതെ ഞാനിവിടുന്ന് പോവില്ല. അർച്ചന അർച്ചന ഇവിടെ കിടന്ന് ബേളം വെക്കരുത് തന്നോട് ഞാൻ പറഞ്ഞില്ലേ? തന്റെ മാനസിക നില തെറ്റിയിരിക്കുക. അതുകൊണ്ട് താൻ ഇങ്ങനെ കാണിച്ചു കൂടുന്നത്. എന്റെ മാനസിക നിലയ്ക്ക് ഒരു തകരാറുമില്ല. എന്റെ അർച്ചനയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയണം. നിങ്ങൾ അവൾ എന്താ ചെയ്തേ? അവക്ക് എങ്ങനെയാ ഓർമ്മ നഷ്ടപ്പെട്ടത്? അർച്ചനയില്ലാതെ ഞാനിവിടുന്ന് പോവില്ല സാറേ. പട്ടാളോ പോലീസോ ആര് വേണമെങ്കിലും വരട്ടെ, എന്നെ കൊന്നാലും അർച്ചനയില്ലാതെ ഞാനിവിടുന്ന് പോവില്ല. അർച്ചന ഇറങ്ങി വാ. അർച്ചന അർച്ചന എടോ, എന്നെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇറങ്ങി പോടോ. സാറേ എന്നെ കൊന്നാലും ഞാൻ പോവില്ല. എനിക്ക് എന്റെ അർച്ചനെ കാണണം. എനിക്ക് അവളോട് സംസാരിക്കണം. അവക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാ അവൾ എന്നെ തിരിച്ചറിയാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ ആശ്രമത്തിൽ വെച്ച് അവൾ എന്നെ കണ്ട ആ നിമിഷം തന്നെ അവൾ എന്റെ അരികിലേക്ക് ഓടി വന്നേനെ. എടോ സച്ചി, എന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്. മര്യാദക്ക് ഇറങ്ങി പോ.